ഗൈസ് എല്ലാവർക്കും അഡീഷൻ അറിയില്ലേ? സിമ്പിൾ ആണ് അല്ലേ? ഇനി സബ്ട്രാക്ഷൻ ആയാലോ? വെരി സിമ്പിൾ. പക്ഷെ ഈ നെഗറ്റീവ് നമ്പേഴ്സ് വരുന്ന സമയത്ത് ഈ അഡീഷനും സബ്ട്രാക്ഷനും എങ്ങനെയാ? കുറച്ചൊരു പ്രശ്നക്കാരനാണ് അല്ലെ? കുറച്ചല്ല, കുറച്ചധികം പ്രശ്നക്കാരനാണ്. സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു നെഗറ്റീവ് നമ്പർ വരുമ്പം ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ അടിപൊളിയായിട്ട് നോക്കാൻ പോവാണ്. ഓക്കെ സെറ്റ്? ദെൻ ഫസ്റ്റ് വൺ, 3 - 6. നമ്മൾ സാധാരണ ഒരു വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യാനാണ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ നോക്ക്, ചെറിയ നമ്പറിൽ നിന്ന് വലിയൊരു നമ്പർ സബ്ട്രാക്ട് ചെയ്യാൻ എങ്ങനെയാണ്? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എങ്ങനെയാ സബ്ട്രാക്ട് ചെയ്യല്? 6 3 സബ്ട്രാക്ട് ചെയ്യാനാണ് നമുക്കറിയാം. അപ്പൊ 6 3 പോയാൽ 3 ആണ് ഉണ്ടാവുക. നമ്മൾ 3 തന്നെ എഴുതുന്നു, മുകളിൽ ഒരു മൈനസും ഉണ്ടാവുന്നു. സോ നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് എപ്പോഴാണ് കിട്ടുന്നത്? നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് കിട്ടുന്നത് ചെറിയൊരു നമ്പറിൽ നിന്ന് വലിയൊരു നമ്പർ സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്താണ് ഇതുപോലെയുള്ള നെഗറ്റീവ് നമ്പേഴ്സ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, 3 - 5 എത്രയായിരിക്കും? നമുക്കറിയാം 5 - 3 2 ആണ്. സോ എന്തായിരിക്കും? -2 ആയിരിക്കും ഇത്. 4 - 9 9 - 4 5 ആണ്. സോ എന്തായിരിക്കും? -5 ആയിരിക്കും. ദെൻ 12 - 15, നമുക്കറിയാം 15 - 12 എത്രയാ? 3 ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ -3 ആയിരിക്കും. ഇനി 20 - 40 എത്രയാടാ വരിക? 40 - 20 എന്ന് പറയുന്നത് 20 ആണ്. സോ ഇതെന്തായിരിക്കും? -20 ആയിരിക്കും. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ട് പഠിച്ചു. ഇതാണ് ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് ടൈപ്പ് പഠിച്ചു വെച്ചു. ഇനി സെക്കൻഡ് ടൈപ്പ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ടൈപ്പ് വരുന്നത്. 3 - -5 ഇതെന്താണാ വരിക? നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താ അറിയോ? നിങ്ങൾ അന്ന് ആലോചിച്ച് നോക്ക്, 2 പെൻസിൽ ഇങ്ങനെ വെക്കുന്ന സമയത്ത് കുറെ നേരം നമുക്ക് ഇങ്ങനെ പിടിച്ചു വെക്കാനാവില്ല അല്ലെ? ഇങ്ങനെ പൊട്ടിപ്പോവില്ലേ? അതുപോലെയാണ് ഈ 2 മൈനസും. നമ്മൾ ഈ 2 മൈനസിന് ഇങ്ങനെ ഒന്നിച്ച് വെക്കുന്ന സമയത്ത് കുറെ കാലം ഒന്നും നിൽക്കൂല, ഇതിങ്ങനെ പൊട്ടിപ്പോവും. നമുക്ക് എപ്പോഴും 2 മൈനസ് ഒന്നിച്ച് വരുമ്പം ഇവൻ എന്താവും വെച്ചാൽ ഇവൻ പൊട്ടിയിട്ട് അങ്ങോട്ട് പ്ലസ് ആയിട്ട് പോകും. ഇവൻ പൊട്ടിയിട്ട് പ്ലസ് ആയിട്ട് പോകും. സോ 3 - -5 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 3 + 5 ഈക്വൽ ആണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? അപ്പൊ 2 മൈനസ് വരുന്ന സമയത്ത് ഉറപ്പിച്ചോ എന്താണ്? രണ്ടും പൊട്ടിപ്പോയിട്ട് പ്ലസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ 3 - -5 എന്ന് പറയുന്നത് എന്താണ്? 3 + 5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ആയിരിക്കും. ഓക്കെ, അതായത് ഇതൊക്കെ നോക്കിയേ, 3 - -5 നമ്മളിപ്പോ ചെയ്തു അല്ലെ? 8 ആണ്. ഇനി 12 - -4 എന്താവും? മൈനസ് പ്ലസ് ആയി പോകും അല്ലെ? 12 + 4 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാ വരിക? 16 ആണ്. സിമ്പിൾ. ദെൻ 13 - -6 എത്രയായിരിക്കും വരിക? 13 മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. +6 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 19 ആണ് വരിക. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? അപ്പൊ നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചേ. ദെൻ അടുത്ത ടൈപ്പ്, അതായത് നമുക്കിപ്പോ -3 + 6 ഇങ്ങനെ വരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവുക. ഇപ്പൊ ഞാനും റോസ്, ഇതും റോസായോ? നമുക്ക് കളർ മാറ്റാം. ഓക്കെ, -3 + 6 ഇത് വരുന്ന സമയത്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. നമ്മളിപ്പോ സബ്ട്രാക്ട് ചെയ്യണോ അല്ലെങ്കിൽ ഇപ്പൊ ആഡ് ചെയ്താലോ? രണ്ടും ഉണ്ട് അല്ലേ ഇവിടെ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോഴാണ് നിങ്ങൾ ഇത് മനസ്സിലേക്ക് വിചാരിക്കേണ്ടത്. നമുക്ക് മൈനസും പ്ലസും വന്നാൽ കൺഫ്യൂസ്ഡ് ആവും. കൺഫ്യൂസ്ഡ് ആവുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നിടണം. വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈൻ ഇട്ട് കൊടുക്കണം. യെസ്, നോക്കിയേ, വലുതാരാണ്? 6 ആണ് അല്ലെ? അപ്പൊ ഞാൻ എന്തെടുത്തു? 6ൽ നിന്നും ചെറുത് കുറച്ചു, 3 കുറച്ചു. എന്നിട്ട് എന്ത് ചെയ്യാ? വലുതിന്റെ സൈന്, വലുതിന് ഏതാ സൈന്? പ്ലസ് ആണ്. അപ്പൊ പ്ലസ് സൈൻ ഇട്ട് കൊടുത്താൽ മതി. +3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 തന്നെ അല്ലെ? അപ്പൊ 3 ആയിരിക്കും ആൻസർ. അപ്പൊ ഇത് എപ്പോഴും ആലോചിച്ച് വെച്ചോ. ഒരു മൈനസും ഒരു പ്ലസും കണ്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും കൺഫ്യൂസ്ഡ് ആവും. കൺഫ്യൂസ്ഡ് ആവുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈൻ ഇട്ട് കൊടുക്കണം. സിമ്പിൾ കാര്യം. സിമ്പിൾ. യെസ്. അടുത്തത് -5 + 6 എന്തായിരിക്കും വരിക? നമ്മൾ പറഞ്ഞു വലുതിന്ന് ചെറുത് കുറയ്ക്കണം. 6 നമ്മൾ 5 കുറച്ചു, 6 - 5. എന്നിട്ട് എന്തിടണം? വലുതിന്റെ സൈന് പ്ലസ് ഇട്ട് കൊടുത്തു. ദാറ്റ് ഈസ് എന്താ വരിക? 6 - 5 എന്ന് പറയുന്നത് 1 ആണ്. +1, അതായത് 1 തന്നെ അല്ലെ? ഇനി അടുത്തത് -7 - -9 ഇത് കുറച്ചുണ്ടല്ലോ. എന്താ ചെയ്യാ? സിമ്പിൾ കാര്യം അല്ലെ? ആദ്യം നമ്മൾ നോക്കണ്ടേ, ഇവന്മാര് രണ്ടാളും മൈനസ് ഒന്നിച്ച് വന്ന മൈനസ് പോയോ? ഒന്നിച്ച് മൈനസ് വന്നു. അപ്പൊ നമ്മൾ എന്താ ആലോചിക്കണം? 2 മൈനസ് ഒന്നിച്ച് വന്നാൽ കുറെ നേരം ഒപ്പരം നിൽക്കൂല. എന്ത് ചെയ്യും? പൊട്ടി പ്ലസ് ആയിട്ട് പോകും അല്ലെ? അപ്പൊ ഇവിടെ എന്താ വരിക ശരിക്ക്? -7. ഇനി 2 മൈനസ് കൂടെ ഒന്നിച്ച് വന്നപ്പം അത് പ്ലസ് ആയി. -7 + 9 എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, ഇനി എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചത്? പ്ലസും മൈനസും ഒന്നിച്ച് വന്നു. എന്താ ചെയ്യേണ്ടത്? വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈന്. വലുതാരാണ്? 9 ആണ്. 9ൽ നിന്ന് എന്ത് കുറയ്ക്കണം? 7 കുറയ്ക്കുന്നു. വലുതിന്റെ സൈൻ എന്താടാ? വലുതിന്റെ സൈൻ എന്ന് പറയുന്നത് പ്ലസ് ആണ്. ദാറ്റ് ഈസ് +9 - 7 എത്രയാ വരിക? +2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 തന്നെ. സിമ്പിൾ.
ഇനി അടുത്തത് -6 + 12. എന്താ സിമ്പിൾ കാര്യം, വലുതെന്ന് ചെറുത് കുറയ്ക്കുന്നു, എന്തിടുന്നു, വലുതിന്റെ സൈൻ പ്ലസ് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, +12 - 6 എന്താ വരിക, 6 ആയിരിക്കും വരിക. ഒരു പ്രശ്നമില്ലല്ലോ. അപ്പൊ 3 ടൈപ്പ് നമ്മൾ പഠിച്ചു കേട്ടോ. ഇനി അടുത്തത് പോകുന്നത് നമ്മളുടെ 4ാമത്തെ ടൈപ്പിലേക്ക്. 4ാമത്തെ ടൈപ്പ്. ഓക്കെ, 4th. യെസ്, 4ാമത്തെ ടൈപ്പ് ഇടാ സിമ്പിൾ ആണ്. അതായത് -4 - 6 ഇങ്ങനെ വന്നു. എന്താടാ ചെയ്യേണ്ടത്, -4 - 6 സിമ്പിളാണ് കേട്ടോ കാര്യം. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ രണ്ടെണ്ണത്തിനെ അങ്ങോട്ട് കൂട്ടും. 6ഉം 4ഉം എത്രയാ, 10 ആണ് അല്ലേ. എന്നിട്ടൊരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. ഒരു മൈനസും ഒരു പ്ലസും വന്നാൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും. നമ്മൾ പ്ലസ് ചെയ്യണോ മൈനസ് ചെയ്യണോ ആകെ കൺഫ്യൂസ്ഡ് ആവും. ഇത് നമ്മൾ കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി, രണ്ടിനെ ഒന്ന് കൂട്ടിയിട്ട് ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ -3 -2 ആണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും, 3ഉം 2ഉം കൂടെ കൂട്ടിയാൽ 5 ആണ്. ഒരു മൈനസ് ഇട്ട് കൊടുത്തു, -5. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ ഇത് ചെയ്ത് നോക്കുക. -3 - 5, 5ഉം 3ഉം കൂടെ കൂട്ടിയാൽ 8 ആണ്, മൈനസ് ഇട്ട് കൊടുക്കുന്നു. 9ഉം 8ഉം കൂടെ കൂട്ടിയാൽ 17 ആണ്, മൈനസ് ഇട്ട് കൊടുക്കുന്നു, -17. -4 - 9, 9 + 4 13 ആണ്, മൈനസ് ഇട്ട് കൊടുക്കുന്നു. സിമ്പിൾ. അങ്ങനെയെങ്കിൽ ഈ ഒരു 4 ടൈപ്പ് ഓഫ് കാര്യങ്ങൾ മാത്രമേ നമുക്ക് എന്തിൽ പഠിക്കാനുള്ളൂ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. എന്തിലെ നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പോൾ അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യുന്ന കേസിൽ ഈ 4 കാര്യങ്ങൾ മാത്രം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊക്കെ പ്രശ്നമാണ്, നമ്മൾ വലിയ വലിയ മാത്സ് ഒക്കെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് വരുന്ന സമയത്ത് അവസാനം എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് സ്റ്റക്ക് ആവും അല്ലേ. ഇതിപ്പോൾ എന്താണ്, -3 + 5, ഇതിപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ ചെയ്യുക. അങ്ങനെ അവസാനം എങ്ങനെ വന്നാലും നമ്മൾ സ്റ്റക്കായി പോകും, എത്ര മാത്സ് അറിയുന്നവരാണെങ്കിലും. സോ ഇത് സേവ് ചെയ്ത് വെച്ചോ. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവ് നമ്പേഴ്സിനെ കുറിച്ച് ഒരു പേടിയും വേണ്ട. നമ്മൾ പഠിച്ച ഇത്ര മാത്രമാണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, ഒരു ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുകയാണെങ്കിൽ എന്താ വരിക, നമ്മൾ സാധാ പോലെ കുറയ്ക്കുന്നു. 6 3 പോയാൽ എത്രയാണ്, 3 ആണ്. എന്നിട്ട് വെറുതെ ഒരു മൈനസ് ഇട്ട് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, 3 - -6. 2 മൈനസ് അടുത്ത് വന്നാൽ എന്താവും, അത് പൊട്ടിപ്പോയിട്ട് പ്ലസ് ആയിട്ട് മാറും അല്ലെ. ദാറ്റ് ഈസ് 3 + 6 എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് എത്രയായിരിക്കും, 9 ആയിരിക്കും. ദെൻ അടുത്തത് ഒരു മൈനസും ഒരു പ്ലസും വന്നു. എന്താടാ ചെയ്യാ, സിമ്പിൾ. എന്താടാ ചെയ്യേണ്ടത്, നമ്മൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈന്. വലുതാരാണ്, 6 ആണ്. ചെറുത് കുറയ്ക്കുന്നു, 3. വലുതിന്റെ സൈൻ എത്രയാണ്, പ്ലസ് ആണ് സൈന്. സോ +6 - 3 എത്രയാ വരിക, 3 ആണ് ആൻസർ വരിക. ദ ലാസ്റ്റ് വൺ എന്തായിരുന്നുടാ, ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് -3 - 6. എന്താടാ വരിക, 3ഉം 6ഉം കൂടെ അങ്ങ് കൂട്ടുക. 3ഉം 6ഉം 9 ആണ്, മൈനസ് എഴുതി കൊടുക്കുന്നു, -9 ആയിരിക്കും ആൻസർ. ഓക്കെ, സിമ്പിൾ. അപ്പൊ ഈ 4 കാര്യങ്ങൾ മാത്രമാണടാ നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സിന്റെ അഡീഷനിലും സബ്ട്രാക്ഷനിലും പഠിക്കാനുള്ളത്. സോ ഡോണ്ട് ഫോർഗെറ്റ്, അടിപൊളിയായിട്ട് പഠിക്കുക. ഇതെന്തായാലും നിങ്ങൾക്ക് എത്ര മുന്നോട്ട് പോയാലും ഇത് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും കേട്ടോ. സോ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഇതുപോലെ മാത്സ് ബേസിക്സ് മുതൽ അടിപൊളിയായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. ആൻഡ് നമ്മൾ ഇപ്പൊ പഠിച്ചത് വെറും അഡീഷനും സബ്ട്രാക്ഷനും മാത്രമാണ് കേട്ടോ. ഇനി നമുക്ക് ആരും കൂടെ ഉണ്ട്, നമ്മുടെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കൂടെ ഉണ്ട്. അതുകൂടെ നോക്കണ്ടേ. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അതുവരേക്കും ബൈ.